കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള തർക്കങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ആരോടും സർക്കാരിന് ഒരു പ്രതികാരവുമില്ല. സർക്കാരിൻ്റെ സിസ്റ്റത്തിനോട് സഹായിക്കുന്നവർ അതേത് സർക്കാരിൻ്റെ കാലത്ത് വെച്ചാലും സർക്കാർ സിസ്റ്റത്തിനോട് സഹകരിക്കുന്നവർക്കുള്ള പൂർണ്ണ സംരക്ഷണം ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാവും. ഇപ്പം തന്നെ ഹെൽത്തിലെ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ചവരാണ്. അവരാരെയും തന്നെ മാറ്റിയിട്ടില്ല. കാരണം അവർ സിസ്റ്റത്തിനോട് സഹകരിക്കുന്നുണ്ട്. അതൊക്കെ ഇത് ഭരണപരമായി ചില കാര്യങ്ങൾ ചില മാറ്റങ്ങളുണ്ടാകും. അപ്പം അങ്ങനെ മാറ്റങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില എന്താ പറയുക കോടതിയുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ചില സ്റ്റേയും കാര്യങ്ങളും ഉണ്ടാകും. അത് കോടതിയിലൂടെ തന്നെ വെക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോകും. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ടൊന്നും ആരോടും പ്രതികാരം ഉണ്ടാവില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയും ചെയ്യും. പക്ഷേ സർക്കാരിൻ്റെ നയങ്ങളോട് സഹകരിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു ഡീ പ്രൊമോഷൻ അല്ല, ഇതിന് അതേ സ്റ്റാറ്റസ് ഉള്ളതാണ് കൊടുക്കുക.